നാളെ നമ്മളും വിട പറയും. ഈ പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന ഖബറടക്കം ചെയ്യും. പരിസര മഹല്ലുകളിൽ നിന്ന് ഈ സദസ്സിലേക്ക് വന്നെത്തിയിട്ടുള്ളതാകുന്ന ആളുകൾ ഒരുപക്ഷെ അവരവരുടെ ഖബറുകൾ എവിടെയായിരിക്കുമെന്ന് ആർക്കാണ് തീർച്ചപ്പെടുത്താൻ പറ്റുക? എവിടെയാണ്? സാധിക്കൂല. കോട്ടോപ്പാടത്ത് നിന്ന് ഇവിടെ വന്നവർ നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുമോ നിങ്ങളുടെ ഖബർ അവിടെയാകുമെന്ന്? ഒരിക്കലുമില്ല. ചില ആളുകളുണ്ട് അവരവരുടെ കുടുംബക്കാരുടെ ഖബറിന്റെ ഭാഗം തഅയീൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ തന്നെ അടങ്ങും. ഒരിക്കലും ഇല്ല അങ്ങനെ. എവിടെയായിരിക്കും ഖബർ? ആർക്കെങ്കിലും തീർച്ചപ്പെടുത്താൻ പറ്റുമോ? ഒരാൾക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ പാതിരാത്രി സമയത്ത് കൂട്ടുകാർ ആർക്കോ വേണ്ടി ഖബർ കുഴിക്കുന്നത് കാണുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത് കണ്ട് സ്വഹാബത്ത് അമ്പരപ്പോടുകൂടി മാറി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ യാമത്തിൽ വന്നുകൊണ്ട് ജന്നത്തുൽ ബഖീലത്തിൽ ചോദിക്കുകയാണ്, ലിമൻ ഹാദൽ ഖബറു, ലിമൻ ഹാദൽ ഖബറു, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഖബർ കുഴിക്കുന്നത് സ്വഹാബ? പാതിരാത്രി സമയത്ത് രഹസ്യമായി ആർക്ക് വേണ്ടിയാണ് ഖബർ കുഴിക്കുന്നത് സ്വഹാബ? സ്വഹാബത്ത് ആർക്കോ വേണ്ടി ധൃതിപ്പെട്ട് രാത്രിയിൽ തന്നെ ഖബർ കുഴിക്കുന്നതായി നബി തങ്ങൾ കണ്ടു. ഫഖാലു, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലിറജുലിൻ മിനൽ ഹബശ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് കടന്നു വന്ന് തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഇന്നാലിന്ന മനുഷ്യനില്ലയോ, സ്വഹാബിയില്ലയോ? അദ്ദേഹം മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി പോയി നബിയേ. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഖബർ കുഴിക്കുന്നത്. ലിറജുലിൻ മിനൽ ഹബശ, എത്യോപ്യയിൽ നിന്ന് ഈ പരിശുദ്ധമായ മദീനയിലേക്ക് വന്ന് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഇന്ന സ്വഹാബിയില്ലേ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഖബർ കുഴിക്കുന്നത് എന്ന് സ്വഹാബത്ത് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഒരു വാക്യം പറഞ്ഞു, അത് നമ്മുടെ ഹൃദയത്തിൽ തറക്കേണ്ട വാക്കാണ്. ശ്രദ്ധിക്കണേ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുട്ടുന്തലൈ ജമാഅത്തിന്റെ പരിസരത്ത് വന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളും സഹോദരിമാരും ഹൃദയത്തിൽ ചേർക്കേണ്ട ഒരു വചനമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. ആരാധനക്കർഹൻ മറ്റാരുമില്ല സഹബ, അല്ലാഹു അല്ലാതെ ലോകത്ത് ഒരാളുമില്ല ആരാധനക്കർഹൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ച് വളർന്നതാകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ മരണാസന്നമെടുത്തപ്പോ, അഥവാ മരണമടുത്തതാകുന്ന വേളയിൽ അദ്ദേഹം അല്ലാഹുവിന്റെ വിളിയാളത്തോടുകൂടി ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് വരാൻ സൗഭാഗ്യം ലഭിച്ചവനാണ്. ഈ മദീനയിൽ വന്നു എന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ട മുഹമ്മദിന്റെ കരം പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം മതം പുൽകിയവനാണ്.
ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിം ആകാൻ സൗഭാഗ്യം ലഭിച്ചവനാണ്. കേവലം ഒരു മുസ്ലിം മാത്രമല്ല, സ്വഹാബി എന്ന സമുന്നതമായ പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകരുടെ ചാരത്ത് നിലകൊണ്ടതായ വ്യക്തിയല്ലയോ? ദിവസങ്ങൾ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ഇതാ മരണപ്പെടാൻ സൗഭാഗ്യം ലഭിച്ചു പോയി. സ്വഹാബ ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഈ പുണ്യമാക്കപ്പെട്ട ഈ മദീനയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടതിന്റെ കാരണം നിങ്ങൾ അറിയണം സഹാബ. ഇവിടെ നിങ്ങൾ ഈ കുഴിക്കുന്ന ഖബറിൽ നിന്നാണ് അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ, മുട്ടുന്തലയിലുള്ള ഓരോ സഹോദര സഹോദരിമാര് ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്, വചനമാ. എത്ര ആളുകൾ നമ്മൾ നിന്ന് പരിശുദ്ധമായ മദീനയിൽ മറവാടപ്പെട്ടിട്ടുണ്ട്. എത്രയെത്ര കുടുംബാദികൾ പരിശുദ്ധമാകുന്ന ജന്നത്തുൽ മുഅല്ലയിൽ പവിത്രമാക്കപ്പെട്ട മക്കയിൽ മരണപ്പെട്ട് കിടപ്പുണ്ട്. അല്ലാഹുവേ, അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ എവിടുന്നാണോ മണ്ണെടുത്തിട്ടുള്ളത് അവിടെ തന്നെയായിരിക്കും അവന്റെ ഖബർ ഉണ്ടാവുക. നബിയുനാ റസൂലുള്ളാഹി ആണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ ചില ആളുകളുണ്ട്, ചിലര് പറയും ഉമ്മ മക്കത്ത് വെച്ച് മതിച്ചു, എന്നാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയി, നാട്ടിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നീ മനസ്സിലാക്കണം, നിന്റെ ഉമ്മയെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് എവിടെയാ? ആ മക്കയിലെ പവിത്രമായ അവരെ എവിടെയാണോ അടങ്ങിയിട്ടുള്ളത് ആ പുണ്യമാക്കപ്പെട്ടതാകുന്ന സ്ഥലത്ത് നിന്നാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മദീനയിൽ വെച്ച് മരിക്കുക വലിയ ഭാഗ്യല്ലേ? മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫൽയുമിത് ഫീഹാ ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയുമിത് ഫീഹാ, അവിടെ വെച്ചുകൊണ്ട് മരിക്കാൻ അവൻ കൊതിച്ചുകൊള്ളട്ടെ. ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു, അവനെ ശുപാർശ ചെയ്തവനെ സ്വർഗ്ഗത്തിൽ ഞാൻ എത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൊതിക്കണം സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റകാമി പറയും, ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ബന്ധുക്കള് മക്കയിലോ മദീനയിലോ ഒക്കെ മരണപ്പെട്ട് കിടക്കുന്നവർ? ആരുടെയെങ്കിലും ഉണ്ടോ? അവിടെ ഒരാൾ കൈ